ഇപ്പൊ ഇംഗ്ലീഷിലെ ആർട്ടിക്കിളുകളായി ഉപയോഗിക്കുന്നത് എ ഉപയോഗിക്കാറുണ്ട്, ആൻ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ ദ ഉപയോഗിക്കാറുണ്ട്. ഏതൊക്കെയാണ് ആർട്ടിക്കിളായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ? എ, ആൻ, ദ. ഇതാണ് ആർട്ടിക്കിളായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇതിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും അതുപോലെ രണ്ടാമത്തത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും. എന്തൊക്കെയായിട്ട് തിരിക്കാം? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും തിരിക്കാം, അതുപോലെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും തിരിക്കാം. അപ്പൊ ഏതാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ എന്ന ആർട്ടിക്കിൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇനി ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും? എയും അതുപോലെ ആനിനെയും വിളിക്കുന്ന പേര് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അപ്പൊ ആർട്ടിക്കിളായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു? എ, ആൻ, ദി. ഇത് മൂന്നുമാണ് ആർട്ടിക്കിളായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ രണ്ടായിട്ട് തിരിക്കാന്ന് പറഞ്ഞു. ഒന്ന് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, രണ്ടാമത്തത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇനി നോക്കിയേ, ഈ ആർട്ടിക്കിളുകൾ പൊതുവെ എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ നൗണുകൾക്ക് മുന്നിലാണ് പൊതുവെ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ചോദ്യം എങ്ങനെയാണ് വരുന്നത്? തന്നിരിക്കുന്ന ചോദ്യങ്ങളില് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ചോദ്യങ്ങളാണ് വരുന്നത്. ഡാഷ് ഇട്ട് തരും, അത് ഫില്ലപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നൗണുകൾക്ക് മുന്നിലാണ് ആർട്ടിക്കിളുകൾ വരുന്നതെന്ന് പറഞ്ഞു, പൊതുവേ വരുന്നത്. ഇനി നമ്മൾ ആർട്ടിക്കിൾ എഴുതുമ്പോഴത്തേക്കും ഡാഷ് കഴിഞ്ഞിട്ട് കിടക്കുന്ന വാക്കിനനുസരിച്ചാണ് ആർട്ടിക്കിളുകൾ എഴുതേണ്ടത്. ഡാഷ് കഴിഞ്ഞിട്ട് വരുന്ന ആ വാക്കിന്റെ പ്രത്യേകതയ്ക്ക് അനുസരിച്ച് നമുക്ക് എ ഉപയോഗിക്കാം, ആൻ ഉപയോഗിക്കാം, അതുപോലെ ദായും ഉപയോഗിക്കാം. നമ്മൾ ആദ്യം പഠിക്കുന്നത് എ അല്ലെങ്കിൽ ആൻ എന്ന ആർട്ടിക്കിൾ എവിടെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് നോക്കുന്നത്. എ അല്ലെങ്കിൽ ആൻ എവിടെ ഉപയോഗിക്കാം പഠിച്ചു വയ്ക്കുക. ഒരു വാക്ക്, തന്നിരിക്കുന്ന ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ മലയാളത്തില് സ്വരാക്ഷരത്തിലാണ് അതിന്റെ ഉച്ചാരണം തുടങ്ങുന്നതെങ്കിൽ അതിന് മുന്നിൽ എന്ത് ചേർത്ത് പറയാം? ആൻ എന്ന ആർട്ടിക്കിള് ചേർക്കാം. ഒരു വാക്ക് ഉച്ചരിക്കുമ്പം അതിന്റെ ഉച്ചാരണത്തിന്റെ ആദ്യത്തെ അക്ഷരം നോക്കണം, മലയാള അക്ഷരം നോക്കണം. ഉച്ചരിക്കുന്ന ആദ്യത്തെ മലയാള അക്ഷരം ഒരു സ്വരാക്ഷരമാണെങ്കിൽ, സ്വരാക്ഷരം എന്ന് പറഞ്ഞാൽ ഏത് മുതൽ ഏത് വരെയാണ്? ആ മുതല് ഏത് വരെ? അം വരെയുള്ള അക്ഷരങ്ങൾക്ക് പറയുന്ന പേര് സ്വരാക്ഷരങ്ങൾ. അപ്പൊ ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ മലയാളത്തിലെ സ്വരാക്ഷരത്തിലാണെങ്കിൽ നമുക്ക് ഏത് ചേർത്ത് പറയാം? ആൻ ചേർത്ത് പറയാം. ഇനി അങ്ങനെയല്ല ഉച്ചരിക്കുന്നതെങ്കിൽ ഏത് ചേർത്ത് പറയുക? സ്വരാക്ഷരത്തിലല്ല ഉച്ചാരണം വരുന്നതെങ്കിൽ എ ചേർത്തിട്ട് പറയാം. അപ്പൊ വാക്കിന്റെ ഇനി നമ്മൾ സ്പെല്ലിംഗ് ഒന്നും നോക്കണ്ട, വാക്കിന്റെ ഉച്ചാരണത്തിന്റെ ആദ്യ മലയാള അക്ഷരം നോക്കുക. ഉച്ചരിക്കുന്ന ആദ്യത്തെ മലയാള അക്ഷരം നോക്കുക. അത് സ്വരാക്ഷരമാണെങ്കിൽ ആൻ ചേർത്ത് കൊടുക്കുക. അല്ല, സ്വരാക്ഷരമല്ല എങ്കിൽ നമ്മൾ എന്ത് ചേർത്ത് പറഞ്ഞാൽ മതി? എ ചേർത്ത് പറയുക. നോക്കി ഉദാഹരണങ്ങള്. പെന്ന്, പെണ്ണെന്ന് എങ്ങനെ ഉച്ചരിക്കുന്നു? പ എന്ന മലയാള അക്ഷരത്തിലാണ് അത് ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് പ എന്ന് പറയുന്ന ആ മുതൽ മലയാള അക്ഷരത്തിൽ വല്ലതും ഉണ്ടോ? ഇല്ലാത്തതുകൊണ്ട് എ പെന്ന്. അതുപോലെ ബുക്ക്, ബ എന്ന മലയാള അക്ഷരത്തിലാണ് ഉച്ചരിക്കുന്നത്, അതുകൊണ്ട് എ ബുക്ക്. അതുപോലെ ബാഗ്, അതും ബ എന്ന മലയാള അക്ഷരത്തിലാണ് ഉച്ചാരണം തുടങ്ങുന്നത്, അതുകൊണ്ട് എ ബാഗ്. എലിഫന്റ്, എ എന്ന മലയാള അക്ഷരത്തിലാണ് ഉച്ചാരണം തുടങ്ങുന്നത്. എ എന്ന് പറയുന്നത് ആ മുതൽ അം വരെയുള്ള അക്ഷരത്തിന്റെ ഇടയിൽ വരുന്ന അക്ഷരം, അതുകൊണ്ട് ആൻ എലിഫന്റ്. ആപ്പിള്, ആ എന്ന മലയാള അക്ഷരത്തിലാണ് തുടങ്ങുന്നത്, അതുകൊണ്ട് ആൻ ആപ്പിള്. ഓറഞ്ച്, ഓ എന്ന മലയാള അക്ഷരത്തിലാണ് തുടങ്ങുന്നത്, ഓ എന്നത് സ്വരാക്ഷരമായതിനാൽ ആൻ ഓറഞ്ച്. യൂറോപ്യൻ, നോക്കിയേ ഇ എന്ന അക്ഷരം നോക്കണം. നമ്മള് എ ഇ ഐ ഒ യു ഓർമ്മയിലുള്ളവര് അതൊക്കെ മാറ്റി കളയുക, അതൊന്നും ഇനി ഓർമ്മയിൽ വെക്കേണ്ട. നോക്കിയേ ഈ നമ്മൾ ഉച്ചരിക്കുന്നത് എങ്ങനെയാണ്? യൂറോപ്യൻ. യാ എന്ന അക്ഷരത്തിലാണ് ഉച്ചരിക്കുന്നത്. യാ എന്നത് മലയാളത്തിലെ സ്വരാക്ഷരമല്ല, അതുകൊണ്ട് അതിന്റെ മുന്നിൽ എന്ത് ചേർത്ത് പറയാം? എ യൂറോപ്യൻ. അതുപോലെ യൂണിവേഴ്സിറ്റി, അത് എന്തിലാണ് തുടങ്ങുന്നത്? യ എന്ന മലയാള അക്ഷരത്തിലാണ് തുടങ്ങുന്നത്, അതുകൊണ്ട് എ യൂണിവേഴ്സിറ്റി. അതുപോലെ യൂണിഫോം, യ എന്ന മലയാള അക്ഷരത്തിലാണ്, അതുകൊണ്ട് എ യൂണിഫോം. അടുത്താണ് യുണീക്ക് മെത്തേഡ്, അതും യ എന്ന അക്ഷരത്തിലാണ് തുടങ്ങുന്നത്, അതുകൊണ്ട് എ യുണീക്ക് മെത്തേഡ്. യൂക്കാലിപ്റ്റസ് എന്നത് അല്ലെങ്കിൽ യൂക്കാലിപ്റ്റസ് ട്രീ എന്നത് അതും യ എന്ന അക്ഷരത്തിലാണ് തുടങ്ങുന്നത്, അതുകൊണ്ട് എ യൂക്കാലിപ്റ്റസ് അല്ലെങ്കിൽ യൂക്കാലിപ്റ്റസ് ട്രീ.
ഇനി നോക്കിയേ യു, ഇതിന്റെ ഉച്ചരിക്കുന്നത് യു എന്നാണ് ഉച്ചരിക്കുന്നത് കേട്ടാ. യു, യു എന്നത് യ എന്ന അക്ഷരത്തിലാണ് ഉച്ചരിക്കുന്നത് കൊണ്ട് എ യു. അതുപോലെ വൺ ഐഡ് മാൻ, വ എന്ന മലയാള അക്ഷരത്തിലാണ് ഉച്ചരിക്കുന്നത്, അതുകൊണ്ട് അതിന്റെ മുന്നിൽ എന്ത് ചേർത്ത് പറയുക, എ വൺ ഐഡ് മാൻ. അതുപോലെ 1 റുപ്പി നോട്ട്, അതും വ എന്ന മലയാള അക്ഷരത്തിലാണ്, എ 1 റുപ്പി നോട്ട്. അത് സോറി 1 റുപ്പി നോട്ട് മുകളിലാണ്, എ 1 റുപ്പി നോട്ട്. അടുത്താണ് 1 റൂംഡ് ഹട്ട് ആണ്, 1 റൂംഡ് ഹട്ട്, എ 1 റൂംഡ് ഹട്ട്. അടുത്ത 1 ഐഡ് മാൻ, വ എന്ന അക്ഷരത്തിലാണ് ഉച്ചരിക്കുന്നത്, എ 1 ഐഡ് മാൻ. അടുത്ത ഓണസ്റ്റ്, ഓ എന്ന മലയാള അക്ഷരത്തിലാണ് നമ്മൾ ഉച്ചരിക്കുന്നത്, ഓണസ്റ്റ് എന്നാണ്. ഓ എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും ഉച്ചരിക്കുന്ന ഓ എന്ന മലയാള അക്ഷരത്തിലാണ് ഉച്ചാരണം വരുന്നത്, അതുകൊണ്ട് ആൻ ഓണസ്റ്റ്. അതുപോലെ ഓണറബിൾ, ഓ എന്ന മലയാള അക്ഷരത്തിലാണ്, ആൻ ഓണറബിൾ. ഓക്കെ, അപ്പം 1 റുപ്പി നോട്ട്, എ 1 റുപ്പി നോട്ട്, വ എന്ന മലയാള അക്ഷരത്തിലാണ് ഉച്ചരിക്കുന്നത്. അതുപോലെ 1 റൂംഡ് ഹട്ട്, അതും വ എന്ന മലയാള അക്ഷരത്തിലാണ്, എ 1 റൂംഡ് ഹട്ട്. അതുപോലെ 1 ഐഡ് മാൻ, വ എന്ന മലയാള അക്ഷരത്തിലാണ്, എ 1 ഐഡ് മാൻ. ഓണസ്റ്റ്, ഓ എന്ന മലയാള അക്ഷരം, ഓ എന്നത് സ്വരാക്ഷരമായതിനാൽ ആൻ ഓണസ്റ്റ്. അതുപോലെ തന്നെയാണ് ഓണറബിളും വരുന്നത്. അടുത്താണ് അവർ, ആ എന്നത് മലയാള അക്ഷരത്തിലാണ് ഉച്ചാരണം തുടങ്ങുന്നത്, ആ എന്നത് സ്വരാക്ഷരമായതിനാൽ ആൻ അവർ. നോക്കിയേ ഇയർ, നമ്മൾ ഈ എന്നാണ് എഴുതുന്നതെങ്കിൽ അത് തെറ്റാണ്, ഉച്ചാരണം യാണ് കേട്ടാ. ഇയർ ഇതാണ് ശരി, ഇ എന്നത് തെറ്റാണ്. അപ്പൊ ഇയർ എന്നത് യ എന്ന മലയാള അക്ഷരത്തിലാണ് തുടങ്ങുന്നത്, അതുകൊണ്ട് അതിന് മുന്നിൽ എ ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ. അതുപോലെയാണ് യൂത്ത്, അതും യായിലാണ് തുടങ്ങുന്നത്, എ യൂത്ത്. യെല്ലോ, അതും യായിലാണ് തുടങ്ങുന്നത്, എ യെല്ലോ. നോക്കിയേ എയർ, എ എന്ന അക്ഷരത്തിലാണ്, HEIR, എയർ എന്നാണ് ഉച്ചരിക്കുന്നത്, എ ആൻ എയർ എന്ന് എന്ത് ചെയ്യുന്നൂടെ, അതിന്റെ മുന്നിൽ ആൻ എന്ന വാക്ക് ചേർക്കുന്നു. നോക്കിയേ ഈവ്, ഇ എന്ന മലയാള അക്ഷരം, ഈവ്, ഇ എന്നാണ് ഉച്ചരിക്കുന്നത്, EVE, ഈവ് എന്നത് ഇ എന്നാണ് അല്ലെങ്കിൽ ഈവ് എന്നാണ് ഉച്ചരിക്കുന്നത്, അതുകൊണ്ട് ആൻ ഈവ്. മാറിപ്പോരുത്. ഇവിടെ നോക്കിയേ EWE, യു എന്ന് ഉച്ചരിക്കുന്നു, അതുകൊണ്ട് AU എന്ന് പറയുന്നു. EVE, ഈവ് എന്ന് ഉച്ചരിക്കുന്നു, അതുകൊണ്ട് ആൻ ഈവ് എന്ന് പറയുന്നു. ഹോട്ടൽ, നോക്കിയേ നമ്മൾ ഹ എന്നതാണ് എഴുതുന്നത്, ഇത് തെറ്റാണ്, ഓ എന്നാണ് ഉച്ചരിക്കുന്നത്, ഒട്ടേൽ എന്നാണ് ഉച്ചരിക്കുന്നത്, ഒട്ടേൽ എന്നാണ് ഉച്ചരിക്കുന്നത്, അതുകൊണ്ട് ആൻ ഒട്ടേലാണ് വരേണ്ടത്. പക്ഷേ PSC പരീക്ഷകളിൽ എ ആണ് നമുക്ക് ഉത്തരമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ എ ഒട്ടേൽ എന്ന് എഴുതാം, ആൻ ഒട്ടേൽ എന്നും എഴുതാം. ഇനി നോക്കിയ അടുത്തത് SSLC സ്റ്റുഡന്റ്, എ എന്ന അക്ഷരത്തിലാണ് ഉച്ചരിക്കുന്നത്, SSLC, എ എന്ന മലയാള അക്ഷരത്തില്, അതുകൊണ്ട് ആൻ SSLC. ഓണറേറിയം, ഓണറേറിയം, ഓ എന്ന മലയാള അക്ഷരത്തിലാണ് ഉച്ചരിക്കുന്നത്, അതുകൊണ്ട് ആൻ ഓണറേറിയം. അടുത്ത MLA, എ എന്ന മലയാള അക്ഷരത്തിലാണ്, ആൻ MLA. അതുപോലെയാണ് MP, അതും എ എന്ന മലയാള അക്ഷരം, ആൻ MP. എക്സ്റേ, അതും എ എന്ന അക്ഷരം, ആൻ എക്സ്റേ. FIR, എ എന്ന മലയാള അക്ഷരം, അതുകൊണ്ട് ആൻ FIR. അടുത്ത് നോക്കിയേ LDC, എ എന്ന മലയാള അക്ഷരം, ആൻ LDC. അതുപോലെ LDCയിലെ മുള്ളത് LIC, എ എന്ന മലയാള അക്ഷരം, ആൻ LIC. അടുത്ത LDC, എ എന്ന മലയാള അക്ഷരത്തിലാണ് തുടങ്ങുന്നത്, ആൻ LDC. ലാസ്റ്റ് വൺ SI, എ എന്ന മലയാള അക്ഷരത്തിലാണ് ഉച്ചാരണം തുടങ്ങുന്നത്, ആൻ SI. ഉണ്ടല്ലോ, വളരെ എളുപ്പമാണ് എഴുതുവാനും. ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ മലയാളത്തിലെ സ്വരാക്ഷരത്തിലാണ് അതിന്റെ ഉച്ചാരണം തുടങ്ങുന്നതെങ്കിൽ ആൻ ചേർത്ത് പറയുക, അങ്ങനെയല്ല തുടങ്ങുന്നതെങ്കിൽ എ ചേർത്ത് പറയാം.